നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കാത്തിരുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ് കോഴ്സിൽ ജോയിൻ ചെയ്തവരെല്ലാവരും തന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നന്ദി പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആദ്യം നിങ്ങളോട് ഞാനാണ് കടപ്പെട്ടിരിക്കുന്നത്. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്നില്ലേ. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടും ആൻസർ കീ ഓൾറെഡി PSC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പേപ്പർ നമ്പർ 1ഉം 2ഉം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുന്ന സമയത്ത് എന്റെ തോന്നൽ ഞാൻ ആദ്യം പറയാം. പേപ്പർ നമ്പർ 1 എന്ന് പറയുന്നത് കുറച്ച് ടഫായിരുന്നു. കുറച്ച് ടഫ് മീൻസ് നമുക്ക് വായിച്ചെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു മോഡറേറ്റ് ടു ഒരു ഡിഫിക്കൽറ്റി ലെവൽ വേണമെങ്കിൽ പറയാം. നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഒരു 50, 52, ഒരു 60 റേഞ്ചിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ചോദിച്ച, അതായത് ഒരു വായനയിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ആണെങ്കിൽ പോലും ഫസ്റ്റിലെ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഫെയോളിന്റെ 14 പ്രിൻസിപ്പിൾസിനകത്ത് എന്താണോ അവസാനം പഠിച്ചത് അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കോണ്ടിജൻസി തിയറി ആണെങ്കിൽ തന്നെ നമ്മൾ എന്താണോ ഡയറക്റ്റ് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ചോദ്യങ്ങൾ കൂടുതലായിരുന്നു. ഫസ്റ്റ് പേപ്പറിനെ അപേക്ഷിച്ച് സെക്കൻഡ് പേപ്പർ ഈസി ആയിരുന്നു. അത് തന്നെയാണ് പൊതുവെ എല്ലാവരും പറഞ്ഞതും. ഇനി കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 140 റേഞ്ചിൽ കവർ ചെയ്ത ആൾക്കാരുണ്ട്, 150 റേഞ്ചിൽ കവർ ചെയ്തവരുണ്ട്, 102 മാർക്ക്, 112 മാർക്ക് ആ റേഞ്ചിലൊക്കെ കവർ ചെയ്തവരുണ്ട്, 140 മാർക്കൊക്കെ വാങ്ങിച്ച കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഏകദേശം ഒരു രണ്ടുകൂടെ ചേർത്ത് ഒരു 110 റേഞ്ചിനകത്ത് 110, 115, 118 വരെ ഏകദേശം ഓക്കെ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ കട്ട് ഓഫ് അത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കട്ട് ഓഫ് പറയാൻ നമ്മൾ ആളല്ല, PSC ആണത് തീരുമാനിക്കുന്നത്. എല്ലാവരുടെയും കൂടെ മാർക്കൊക്കെ അനലൈസ് ചെയ്ത് ഒരുപാട് പേര് ഇപ്പൊ സെക്കൻഡ് പേപ്പറിന് നന്നായിട്ട് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്. കുറെ പേരൊക്കെ വെറുതെ കറക്കി കുത്താൻ പോയവരും ഉണ്ട്. അതായത് പേപ്പർ നമ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്ന് ഇപ്പോഴും ചോദിച്ചു, രാവിലെ പോലും ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ 49,000-നകത്ത് ഒരു 30% ഉള്ള ആൾക്കാർ വളരെ സീരിയസ് അല്ലാതാണ് പോയിരുന്ന് എഴുതിയിട്ടുള്ളത്. കുറെ പേര് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി പഠിച്ചവരില് മിക്കവരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിവ്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രതീക്ഷിത കട്ട് ഓഫ് ആണ്. ഏകദേശം ഒരു 110, 118 റേഞ്ചിനകത്തേക്ക് പ്രതീക്ഷയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ പേപ്പർ നമ്പർ 2ന്റെ മാത്രം ആൻസർ കീ ഡിസ്കസ് ചെയ്ത് പോകാം. Question number 1, which among the following advocates centralization and hierarchy but also stresses that leadership should balance equity and esprit de corps? Option A ആണ്, ഫെയോളിന്റെ പ്രിൻസിപ്പിൾ ആയിരുന്നു. Question number 2, assertion reason question ആണ്. Contingency theory reject the idea of one best way, it adapt to different situations. നമ്മൾ കോണ്ടിജൻസി തിയറി പഠിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് വഴികൾ മാറ്റണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ A ആണ് ഇവിടെ. രണ്ടും കറക്റ്റ് ആണ് അല്ലെ. ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ പലത് അപ്ലൈ ചെയ്യണം. വൺ ബെസ്റ്റ് വേ എന്നുള്ളത് റിജക്ട് ചെയ്യുന്നു. 3 സ്റ്റേറ്റ്മെന്റ് അസംഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റ് ഇൻ എവരി ഓർഗനൈസേഷൻ. അസംഷൻ എംപ്ലോയീസ് ഫോം സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇൻഫോർമൽ സിസ്റ്റം ഓൾവേസ് ഹാം എഫിഷ്യൻസി. ആൻസർ ഓപ്ഷൻ A ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോവാം, അപ്പം സമയവും ലാഭിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഓപ്ഷൻ A ആണ് ആൻസർ. ഓർഗനൈസേഷണൽ കൾച്ചറും ആയിട്ട് ബന്ധപ്പെട്ട ഇന്നലെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓർഗനൈസേഷണൽ കൾച്ചർ അഫക്ട് പെർഫോമൻസ്, ഷെയർഡ് വാല്യൂ ഷേപ്പ് ബിഹേവിയർ. ഓപ്ഷൻ A രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 5, ട്രേറ്റ് തിയറി. നമ്മൾ ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് പഠിച്ചതായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ട്രേറ്റ് തിയറിയിൽ പറയുന്നത് എന്തായിരുന്നു? ലീഡേഴ്സ് ജനിക്കുമ്പോൾ തന്നെ അല്ലെ, ലീഡേഴ്സ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ ലീഡേഴ്സ് ആണ്. അപ്പൊ ട്രേറ്റ് തിയറി പറയുന്നത് ഈ ലീഡേഴ്സ് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതല്ല, ലീഡേഴ്സ് ആർ ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ട്രേറ്റ് തിയറി. അസംഷൻസ് എന്താ? ലീഡർഷിപ്പ് ക്വാളിറ്റി ആർ ഇന്നേറ്റ്, ലീഡർഷിപ്പ് സ്കിൽ കനോട്ട് ബി ഡെവലപ്ഡ് അല്ലെ. അപ്പൊ ട്രേറ്റ് തിയറി പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, മാക്സ് വെബറിന്റെ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട തിയറിയുടെ ബ്യൂറോക്രാറ്റിക് മോഡലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. മാക്സ് വെബർ അഡ്വക്കേറ്റഡ് ബ്യൂറോക്രസി ഫോർ എഫിഷ്യൻസി. ബ്യൂറോക്രസി എൻഷ്യൂർസ് ക്ലിയർ റൂൾസ്, ഹയറാർക്കി ആൻഡ് മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ. ആൻസർ എല്ലാവരും എഴുതി കാണും. ഓപ്ഷൻ A ആണ്. രണ്ടും ശരിയാണ്. ദെൻ 7ാമത്തെ ചോദ്യം ഓപ്ഷൻ A ആണ്, സോഷ്യൽ ഓഡിറ്റ് ആണ് ആൻസർ. 8ാമത്തത് ഓപ്ഷൻ A ആണ്, ട്രാൻസ്പെറൻസി. 9ാമത്തത് ഓപ്ഷൻ A ആണ്. 10 ഓപ്ഷൻ B.
ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മാസ്ലോയുടെ ഹയറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കും, ഇൻഡയറക്റ്റ് ചോദ്യമായിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. 10 ഓപ്ഷൻ ബി ആണ്. 11 ഓപ്ഷൻ ഡി, 12 ഓപ്ഷൻ ബി, 13 ഓപ്ഷൻ ബി, 14 ഓപ്ഷൻ എ, 15 ഓപ്ഷൻ സി, 16 ഓപ്ഷൻ ഡി, 17 ഓപ്ഷൻ എ, 18 ഓപ്ഷൻ എ, 19 ഓപ്ഷൻ സി, 20 കൂടെയുണ്ട്. 20 ഓപ്ഷൻ ബി, 21 ഓപ്ഷൻ സി, 22 ഓപ്ഷൻ ബി, 23 ഓപ്ഷൻ ബി, 24 ഓപ്ഷൻ എ, 25 ഓപ്ഷൻ ബി, 26 ഓപ്ഷൻ സി, 27 ഓപ്ഷൻ ബി, 28 ഓപ്ഷൻ സി. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യം തന്നെയായിരുന്നു. 29 ഓപ്ഷൻ ഡി, 30 ഓപ്ഷൻ ഡി, 31 ഓപ്ഷൻ ബി, 32 ഓപ്ഷൻ എ, 33 ഓപ്ഷൻ എ, 34 ഓപ്ഷൻ സി, 35 ഓപ്ഷൻ ബി, 36 ഓപ്ഷൻ ഡി, 37 ഓപ്ഷൻ എ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 38 ഓപ്ഷൻ സി, 39 ഓപ്ഷൻ ബി. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്, എല്ലാവരും എഴുതി കാണും. 40 ഓപ്ഷൻ ഡി, 41 ഓപ്ഷൻ ഡി, 42 ഓപ്ഷൻ ബി, 43 ഓപ്ഷൻ സി, 44 ഓപ്ഷൻ ബി, 45 ഓപ്ഷൻ സി, 46 ഓപ്ഷൻ എ, 47 ഓപ്ഷൻ ഡി, 48 ഓപ്ഷൻ ബി, 49 ഓപ്ഷൻ എ, 50 ഓപ്ഷൻ സി, 51 ഓപ്ഷൻ ഡി, 52 ഓപ്ഷൻ ബി, 53 ഓപ്ഷൻ എ, 54 ഓപ്ഷൻ സി, 55 ഓപ്ഷൻ ബി, 56 ഓപ്ഷൻ എ, 57 ഓപ്ഷൻ സി, 58 ഓപ്ഷൻ ബി, 59 ഓപ്ഷൻ സി, 60 ഓപ്ഷൻ സി. ഇതും നമ്മൾ പഠിച്ച. 61 ഓപ്ഷൻ എ, 62 ഓപ്ഷൻ ബി, 63 ഓപ്ഷൻ ഡി, 64 ഓപ്ഷൻ സി, 65 ഓപ്ഷൻ എ, 66 ഓപ്ഷൻ ഡി, 67 ഓപ്ഷൻ എ, 68 ഓപ്ഷൻ സി, 69 ഓപ്ഷൻ ഡി, 70 ഓപ്ഷൻ ബി. Then 71 ഓപ്ഷൻ ഡി, 72 ഓപ്ഷൻ എ, 73 ഓപ്ഷൻ ബി, 74 ഓപ്ഷൻ ബി, 75 ഓപ്ഷൻ സി, 76 ഓപ്ഷൻ എ, 77 ഓപ്ഷൻ എ, 78 ഓപ്ഷൻ ബി, 79 ഓപ്ഷൻ എ, 80 ഓപ്ഷൻ ഡി. ആ ഒരു സെക്ഷനിൽ നിന്നും നല്ല ചോദ്യങ്ങളായിരുന്നു എല്ലാം. അതുപോലെ 81 ഓപ്ഷൻ ബി മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ സി, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ സി, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ എ, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ ബി,
96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ ബി, 100 ഓപ്ഷൻ എ. അപ്പം എല്ലാവരോടും ഒന്നുകൂടെ പറയാനുള്ളത്, കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഉറപ്പല്ല, നമ്മുടെ പ്രതീക്ഷയാണ്. ഏകദേശം 1 ടൺ ഉള്ളവർ സമാധാനമായിട്ടിരിക്കാം. അപ്പൊ അതിൽ കുറവ് വാങ്ങിച്ചവരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പൊ ഉടനെ തന്നെ നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. SBCIDയും അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ട്രിബ്യൂണൽ ഓഫീസറും ഒക്കെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും അയച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്നും വിഷമിക്കണ്ട. ഇതിൽ കുറവ് മാർക്ക് വാങ്ങിച്ചവർക്ക്, അതായത് ഒരു 90-ന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനിയും ശ്രമിക്കുക. ഈ വർഷം തന്നെ നമുക്കുള്ള ചാൻസസ് ഉണ്ട്. അത്രയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമൊന്നും അല്ല. അത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെയൊക്കെ എത്തിയില്ലേ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാനും ഈസിയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.